പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, വിവിധ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ലിബ്രിയോഫീസ് കാൽക്ക് ഉപയോഗിച്ച് ഇത്തരം ഫംഗ്ഷൻസുകൾ ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ എന്ന് നോക്കാം. Statistical function operates on a set of data and gives summarized results. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നത് കുറേ അധികം ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ആ ഡാറ്റയിൽ നിന്നും ഒരു സമ്മറൈസ്ഡ് റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവറേജ് മാർക്ക് ഇൻ എ ക്ലാസ്, ദെൻ ഹയസ്റ്റ് മാർക്ക് ഇൻ എ ക്ലാസ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളുടെയും ഒരു വിഷയത്തിലെ മാർക്ക് പരിഗണിച്ച് അതിൻ്റെ ആവറേജ് കണ്ടെത്തുന്ന പ്രോസസ്സ്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പം എല്ലാ കുട്ടികളുടെയും മാർക്ക് കൂട്ടിയെടുക്കണം, അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് മാർക്ക് ലഭിക്കുന്നത്. അപ്പം അതിന് ആവറേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ ഹയസ്റ്റ് മാർക്ക് കണ്ടെത്തുന്ന പ്രോസസ്സ്, ലോവസ്റ്റ് മാർക്ക് കണ്ടെത്തുന്നത്, കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിലാണ് വരുന്നത്. ലിബ്രിയോഫീസ് കാൽക്ക് പ്രൊവൈഡ്സ് എ നമ്പർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്. കുറേ അധികം സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ലിബ്രിയോഫീസ് കാൽക്കിലുണ്ട്. അതിൽ സെലക്ട് ചെയ്തിട്ട് കോമൺ ആയി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മിനിമം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. ദെൻ മാക്സിമം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് മാക്സ്. ദെൻ ആവറേജ്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്, കൗണ്ട് ഇഫ്. മിൻ, മാക്സ്, ആവറേജ്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക് ആൻഡ് കൗണ്ട് ഇഫ്. ഈ 7 ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. മിൻ, ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ മിനിമം വാല്യൂ ഇൻ എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. ഇപ്പോൾ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഫംഗ്ഷന് പ്രധാനമായിട്ടും 3-4 പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഈക്വൽ സൈൻ ആണ്. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ നെയിം വേണം. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിലെ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് കൺസിഡർ ചെയ്ത് അതിൽ ഏറ്റവും മിനിമം എമൗണ്ട് അല്ലെങ്കിൽ മിനിമം വാല്യൂ ഏതാണെന്ന് കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് മിൻ. എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്ന് നോക്കാം. is equal to min within bracket number 1, number 2, number 3. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്പറുകൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറുകളെല്ലാം ചെക്ക് ചെയ്ത് അതിൽ ഏറ്റവും മിനിമം നമ്പറിനെ കണ്ടെത്തി അതാണ് ആ സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. is equal to min within bracket 28, 56, 14. അപ്പോൾ 3 ആർഗ്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ 3 ഡാറ്റയാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇൻപുട്ട് ചെയ്ത 3 ഡാറ്റകളും കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും ചെറിയ നമ്പർ ആയിട്ടുള്ള 14 അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ ആണ് is equal to min within bracket C1, C2, C3. അപ്പം നമ്പറുകൾ ഡയറക്റ്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ നേരത്തെ എൻട്രി ചെയ്തിട്ടുള്ള സെൽ അഡ്രസ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെന്റ്സ് ആയിട്ട് ഡാറ്റയായിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഫംഗ്ഷൻ ആ 3 സെല്ലുകളിലെ നമ്പർ ഐഡന്റിഫൈ ചെയ്ത് അവ കമ്പയർ ചെയ്ത് അതിൻ്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ സെൽ അഡ്രസ്സ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെൽസ് റെഫറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയും. is equal to min within bracket A1 to D5. ഇപ്പോൾ A1 മുതൽ D5 വരെയുള്ള റേഞ്ചിൽ എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അതിൽ ഏറ്റവും മിനിമം നമ്പർ കണ്ടെത്തി ആ മിനിമം നമ്പർ ഔട്ട്പുട്ട് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. മാക്സ്, ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ മാക്സിമം വാല്യൂ ഇൻ എ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. നമ്മൾ മിനിമം വാല്യൂ കണ്ടെത്തിയതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നിന്നും മാക്സിമം വാല്യൂ കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് മാക്സ്. അതിൻ്റെ സിൻടാക്സ് മിൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിൻടാക്സ് പോലെ തന്നെയാണ്. മാക്സ് വിത്തിൻ ബ്രാക്കറ്റ് നമ്പർ 1, നമ്പർ 2, എക്സെട്ര. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറുകളെ പരിഗണിച്ച് അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്
അത് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. നേരത്തെ എക്സാമ്പിൾ തന്നെയാണ്. മാക്സ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 28, 56, 14 എന്നുള്ള 3 നമ്പറുകൾ കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും വലിയ നമ്പർ ആയിട്ടുള്ള 56 ആണ് ആൻസർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. വാല്യൂ നേരിട്ട് എൻ്റർ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൽ അഡ്രസ്സുകൾ കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സെൽ റേഞ്ചുകൾ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാം. ഇപ്പോൾ സെൽ റെഫറൻസ് കൊടുത്താലും സെല്ലിൻ്റെ റേഞ്ച് റെഫറൻസ് കൊടുത്താലും ആ ഏരിയയിലുള്ള നമ്പറുകൾ കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും വലിയ നമ്പറാണ് ഔട്ട്പുട്ടായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ആവറേജ്. ആവറേജ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൽ ചെയ്യുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്പറുകൾ ആഡ് ചെയ്ത് എത്ര നമ്പറുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ അത്രയും നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഈ ഫംഗ്ഷൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇസ് ഈക്വൽ ടു ആവറേജ് വിത്തിൻ ബ്രാക്കറ്റ് നമ്പർ 1, നമ്പർ 2 എക്സെട്ര. ഇപ്പം എത്ര നമ്പറുകളാണോ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത് അത്രയും നമ്പറുകൾ ആഡ് ചെയ്യും. ദെൻ ആ നമ്പർ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ആവറേജ് കണ്ടെത്തും. എക്സാമ്പിൾ നോക്കാം. ഇസ് ഈക്വൽ ടു ആവറേജ് 15, 46, 14. അപ്പോൾ 3 നമ്പറുകളാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 75 കിട്ടും. 75 ഡിവൈഡഡ് ബൈ 3 ഇതാണ് 25 എന്ന് റിട്ടേൺ ചെയ്തത്. ആവറേജ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ദെൻ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം സെൽ റെഫറൻസുകൾ ഇൻപുട്ട് ചെയ്യാം. ദെൻ സെല്ലിന്റെ റേഞ്ചുകൾ ഇൻപുട്ട് ചെയ്യാം. ഇപ്പം എന്ത് ഇൻപുട്ട് ചെയ്താലും ശരി നമ്മൾ ഇൻപുട്ട് ചെയ്ത ഡാറ്റയെ ആഡ് ചെയ്ത് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഈ ഫംഗ്ഷൻ ലഭ്യമാക്കും. ഇപ്പം ഈ 3 ഫംഗ്ഷനുകൾ നമുക്ക് ആദ്യം പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റോയൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വീക്ക്ലി സെയിൽസ് റിപ്പോർട്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ ഡേറ്റ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്, ടോട്ടൽ സെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡാറ്റയായിട്ട് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസിനാണ് ആൻസർ കണ്ടെത്തേണ്ടത്. ഒന്ന് ഹയസ്റ്റ് സെയിൽസ് എത്രയാണ്, ദെൻ ലോവസ്റ്റ് സെയിൽസ് എത്രയാണ്, അതുപോലെ തന്നെ ആവറേജ് സെയിൽസ് എത്രയാണ്. ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും സെയിൽസ് ഡിസ്പ്ലേ ചെയ്തത് D4 എന്ന് പറയുന്ന സെല്ല് മുതൽ D9 എന്ന് പറയുന്ന സെല്ല് വരെയാണ് ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തെയും സെയിൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഈ സെല്ലുകളിലെ എല്ലാ സെയിൽസ് എമൗണ്ടുകളും കമ്പയർ ചെയ്ത് ഹയസ്റ്റ് സെയിൽസും ലോവസ്റ്റ് സെയിൽസും ആവറേജ് സെയിൽസും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതായിരുന്നു ഫംഗ്ഷൻ? മാക്സ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ഈക്വൽ ടു സിമ്പൽ ടൈപ്പ് ചെയ്യണം. ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കണം മാക്സ്. അത് കഴിഞ്ഞ് നമുക്കൊരു ഹെൽപ്പ് വരുന്നുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എന്തായാലും അത് ചെയ്യേണ്ടത് ആദ്യം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് സെൽസ് ഇൻപുട്ട് ചെയ്യണം. ഏത് ഏരിയയിലുള്ള നമ്പറുകളുടെ മാക്സിമം ആണോ കണ്ടെത്തേണ്ടത് ആ ഏരിയയാണ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സെല്ലും വേണമെങ്കിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യാം. ഇപ്പോൾ D4 മുതൽ D9 വരെ. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ചെയ്തത് എന്താണ്? ആദ്യം ഈക്വൽ ടു സിമ്പൽ കൊടുത്തു. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ നെയിം മാക്സ് എന്നെഴുതി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. D4 എന്ന് പറയുന്ന സെല്ലിലാണ് ഈ ആഴ്ചയിലെ ആദ്യത്തെ ടോട്ടൽ സെയിൽസ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ദെൻ D9 എന്ന് പറയുന്ന സെല്ല് വരെ എന്ത് വരുന്നുണ്ട്? ടോട്ടലുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യണം. അപ്പോൾ വരുന്നത് എത്രയാണ്? 1 lakh എന്ന ആൻസർ വന്നു. അപ്പോൾ ഈ ടോട്ടൽ നമ്പറുകളെ പരിഗണിച്ച് അതിൽ ഏറ്റവും വലിയ സെയിൽസ് ആയിട്ടുള്ള 13-ാം തീയതിയിലെ സെയിൽസ് ആണ് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ദെൻ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണ്? ലോവസ്റ്റ് സെയിൽസ് ഈക്വൽ ടു ഏതായിരുന്നു ഫംഗ്ഷൻ? min. ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ ചെയ്ത അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എങ്ങനെ? D4 D9 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് സെയിൽസ് എന്ന് പറയുന്നത് 30,000 ആണ്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ദെൻ ആവറേജ് സെയിൽസ് ആണ് ഇനി കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആവറേജ് കാണാനുള്ള ഫംഗ്ഷൻ ഏതാണ്? ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു.
ദെൻ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്തു മൗസ് ഉപയോഗിച്ച് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പോൾ 61,000 ആണ് ഈ ആഴ്ചയിലെ ആവറേജ് സെയിൽസ് ആയിട്ട് വരുന്നത്. ഈ ഫംഗ്ഷനുകൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഫംഗ്ഷൻ വിസാർഡ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താം. കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? ആൻസർ വരേണ്ട സെല്ല് സെലക്ട് ചെയ്യണം, ഫംഗ്ഷൻ വിസാർഡ് ക്ലിക്ക് ചെയ്യണം. ഫംഗ്ഷൻ വിസാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിസാർഡ് ഓപ്പൺ ചെയ്ത് വരും. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ സെർച്ച് ചെയ്യാം. ദെൻ ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഏതൊക്കെ നമ്പറുകളാണെന്നാണ്. അപ്പോൾ നമ്പറുകൾ 1 by 1 ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് സൗകര്യം ഏതാണ്? ഈ സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ റേഞ്ച് ഓഫ് സെല്ലിൻ്റെ അഡ്രസ് എവിടെ ഡിസ്പ്ലേ ചെയ്യും? D4 to D9 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ലഭ്യമാവും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കൗണ്ട്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ കൗണ്ട് ഓഫ് ന്യൂമറിക് വാല്യൂസ് used in a given range of cells. Only number, date and time are counted here. Empty cells, logical values, text and error codes are not considered here. കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ മീനിങ് അറിയാം. അത് ന്യൂമറിക് വാല്യൂസ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് കൗണ്ട്. നമ്മൾ പറയുന്ന ഒരു ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയിൽ എത്ര ന്യൂമറിക് വാല്യൂസ് ഉണ്ട്, എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്പറുകളും കൗണ്ട് ചെയ്യും, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഒരു സെല്ലിൽ ഉണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്പറുകളും ഡേറ്റുകളും ആണ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നത്. മറ്റു രീതിയിലുള്ള എംപ്റ്റി സെൽസ്, ട്രൂ ഓർ ഫാൾസ് പോലെയുള്ള ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ എറർ കോഡുകളൊക്കെ ഉണ്ടാവും. ഇതൊന്നും എന്ത് ചെയ്യില്ല? കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൗണ്ട് ചെയ്യുന്നില്ല. ഓൺലി നമ്പേഴ്സ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം ആർ കൗണ്ടഡ് ഹിയർ. എൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു കൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൽ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് അതാണ് ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ അങ്ങനെ ഓരോ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? സെൽ അഡ്രസ്സുകളോ സെൽ റേഞ്ചുകളോ ഇൻപുട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈക്വൽ ടു കൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ് റേഞ്ച് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ് കൗണ്ട് എ. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ. ഇറ്റ് വിൽ കൗണ്ട് നമ്പർ, ഡേറ്റ്, ടൈം, ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ആൻഡ് എറർ കോഡ്സ്, ബട്ട് എംപ്റ്റി സെൽസ് ആർ നോട്ട് കൗണ്ടഡ് ഹിയർ. അത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു, നമ്പറുകൾ മാത്രമാണ് കൗണ്ട് ചെയ്യുന്നത്. കൗണ്ട അല്ലെങ്കിൽ കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ അങ്ങനെയല്ല. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റയെ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്പറുകൾ മാത്രമല്ല, ഏത് തരം ഡാറ്റയും, അത് നമ്പർ ആവാം, ഡേറ്റ്, ടൈം, ലോജിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ഡാറ്റ, അതുപോലെ തന്നെ എറർ കോഡ് എല്ലാം കൗണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് എ. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു കൗണ്ട് എ വിത്തിൻ ബ്രാക്കറ്റ് വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര. ദെൻ ഇതിന് പകരം നമുക്ക് എന്തും ചെയ്യാം? ആ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഈക്വൽ ടു കൗണ്ട് എ റേഞ്ച്. ദെൻ കൗണ്ട് ബ്ലാങ്ക്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്റ്റി സെൽസ് ഇൻ ദ ഗിവൺ റേഞ്ച്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഓഫ് കൗണ്ട് എ. ഇപ്പൊ കൗണ്ട് എ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ. കൗണ്ട് എ ഏതുതരം ഡാറ്റയും കൗണ്ട് ചെയ്യും. പക്ഷെ കൗണ്ട് ബ്ലാങ്ക് അങ്ങനെയല്ല, എംപ്റ്റി സെല്ലുകൾ മാത്രം കൗണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. നമ്മളൊരു ഏരിയയിൽ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്, അതിൽ ബ്ലാങ്ക് സെൽസ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഇങ്ങനെയാണ്. ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് റേഞ്ച്. അപ്പോൾ ആ റേഞ്ച് ഓഫ് സെൽസിൽ ഡാറ്റ ഒന്നും എൻട്രി ചെയ്യാത്ത നമ്പർ ഓഫ് സെൽസിന്റെ കൗണ്ട് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ്. ദിസ് ഫംഗ്ഷൻ കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് വിത്തിൻ എ ഗിവൺ റേഞ്ച് ദാറ്റ് മീറ്റ്സ് ദ യൂസർ ഡിഫൈൻഡ് ക്രൈറ്റീരിയ ഓർ കണ്ടീഷൻ. അത് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനോട് കൂടി ഇഫ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്.
നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള എല്ലാ ഡാറ്റയും സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം താരതമ്യം ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൊടുത്ത കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, നമ്മൾ കൊടുത്ത കണ്ടീഷൻ പ്രകാരം സെലക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റകളുടെ കൗണ്ടാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഏരിയയിൽ കുറേ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. ആ എൻട്രി ചെയ്ത ഡാറ്റയിൽ നിന്നും ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്കൊരു ഡാറ്റ അല്ലെങ്കിൽ കൗണ്ട് നമുക്ക് കണ്ടെത്തണം. അപ്പൊ അങ്ങനെ കണ്ടീഷനെ ബേസ് ചെയ്ത് കൗണ്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കൗണ്ടിഫ് ഫംഗ്ഷൻ. എക്സാമ്പിൾ, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻ മാർക്ക് ഗ്രേറ്റർ ദാൻ 90. ഒരു ഏരിയയിൽ മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ആ റേഞ്ചിലുള്ള മാർക്കുകളിൽ 90-ൽ കൂടുതൽ മാർക്കുള്ള സെല്ലുകൾ എത്രത്തോളം ഉണ്ട്, എത്ര സെല്ലുകളിൽ 90-ൽ കൂടുതൽ മാർക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും? കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ സിൻടാക്സ് നോക്കാം. ഇസ് ഈക്വൽ ടു കൗണ്ടിഫ് വിത്തിൻ ബ്രാക്കറ്റ് റേഞ്ച് കോമ ക്രൈറ്റീരിയ. നേരത്തെയുള്ള എല്ലാ കൗണ്ട് ഫംഗ്ഷനിലും നമ്മൾ റേഞ്ച് മാത്രമാണ് കൊടുത്തത്. ഇവിടെ ഒരു ആർഗ്യുമെന്റ്സ് കൂടി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. ഏതാണത്? ക്രൈറ്റീരിയ ഓർ കണ്ടീഷൻ. എന്താണ് ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ? റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് സെൽസ് ടു വിച്ച് ദ ക്രൈറ്റീരിയ ആർ ടു ബി അപ്ലൈഡ്. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയ ഏത് റേഞ്ച് ഓഫ് സെൽസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് റേഞ്ച് ഓഫ് സെൽസിലാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത്. ആ റേഞ്ച് ഓഫ് സെൽസിനെയാണ് ഇവിടെ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then criteria can be a number, an expression, a cell reference or a character string. Criteria എന്ന് പറയുന്നത് എന്താവാം? ഒരു നമ്പർ ആവാം. ഫോർ എക്സാമ്പിൾ 5000. ഇപ്പൊ ക്രൈറ്റീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് 5000 എന്നാണ് കൊടുത്തതെങ്കിൽ 5000 എന്ന് പറയുന്ന നമ്പറുള്ള സെല്ലുകൾ മാത്രമാണ് കൗണ്ട് ചെയ്യുന്നത്. ദെൻ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡബിൾ കോട്ട്സിൽ കൊടുക്കണം ഗ്രേറ്റർ ദാൻ 50. അപ്പൊ 50-ൽ കൂടുതൽ എമൗണ്ട് ഉള്ള അല്ലെങ്കിൽ 50-ൽ കൂടുതൽ മാർക്കുള്ള സെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ പറ്റും. ദെൻ നമുക്കൊരു ടെക്സ്റ്റ് ഡാറ്റ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ കൊമേഴ്സ്. ഏതൊക്കെ സെല്ലിൽ അല്ലെങ്കിൽ എത്ര സെല്ലുകളിൽ കൊമേഴ്സ് എന്നുള്ള ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഫംഗ്ഷൻ കൗണ്ടിഫ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ C4 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ ഏത് ഡാറ്റയാണോ എൻട്രി ചെയ്തിട്ടുള്ളത് ആ ഡാറ്റ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള റേഞ്ചിൽ എവിടെയൊക്കെ ഉണ്ട്, എത്ര സെല്ലുകളിൽ C4-ലെ ഡാറ്റ അതുപോലെ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. കൗണ്ട് ഫംഗ്ഷൻസ് നമുക്ക് പ്രാക്ടിക്കലിന്റെ സഹായത്തോടു കൂടി കൂടുതൽ മനസ്സിലാക്കാം. ശ്രദ്ധിക്കുമ്പോൾ ഒരു ടേബിള് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ടേബിളിന്റെ ഏരിയ ഒന്ന് പറയാം. A1-ൽ തുടങ്ങി G5-ലാണ് അവസാനിക്കുന്നത്. ഈ ഏരിയയിൽ പലതരത്തിലുള്ള ഡാറ്റയും എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം, നമ്പറുകൾ വരുന്നുണ്ട് അല്ലെ. 2200 എന്നൊക്കെ പറയുന്ന നമ്പറുകളാണ്. ഇവിടെ ടെക്സ്റ്റ് ഡാറ്റ വരുന്നുണ്ട്. ദെൻ സ്പെഷ്യൽ ക്യാരക്ടർ ഉള്ള ഡാറ്റ വരുന്നുണ്ട്. ഡേറ്റ് വരുന്നുണ്ട്. ദിസ് ഇസ് ആൻ എറർ മെസ്സേജ്, എറർ കോഡ് അല്ലെങ്കിൽ എറർ മെസ്സേജ് വരുന്നുണ്ട്. ഇവിടെ ഇത് ഒരു ഫോർമുലയാണ്. ഈ C2 എന്ന് പറയുന്ന സെല്ലിൽ A1 പ്ലസ് B2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോർമുല ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ ഈ ഏരിയയിൽ ആൾറെഡി എൻട്രി ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 4 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്? കൗണ്ട് ഫംഗ്ഷനുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പേഴ്സ് ഓൺലി? അപ്പൊ ഈ ഏരിയയിൽ എത്ര സെല്ലുകളിൽ നമ്പറുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യുന്നത്. ഏത് ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ചത്? ഈക്വൽ ടു കൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ്. ഒന്നുകിൽ ഈ സെല്ല് റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. A1 to G5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇപ്പോൾ 5 എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. 5 ശരിയാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം. 1 2 3 4. ഓക്കെ, ഏത് കൂടിയുണ്ട്? ഡേറ്റും നമ്പറായിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 5 നമ്പറുകളാണ് ഇത്രയും റേഞ്ച് ഓഫ് സെൽസിൽ ഉള്ളത്. അതാണ് കൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻസ് എനി വാല്യൂ. ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ എത്ര സെല്ലുകളിലുണ്ട് എന്നാണ് രണ്ടാമത് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ള ഫംഗ്ഷൻ ഏതാണ്? കൗണ്ട് എ വിത്തിൻ ബ്രാക്കറ്റ് റേഞ്ച് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. A1 to G5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. എത്ര വന്നിട്ടുണ്ട്? 12 എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ 2 4 5 7 8 10 12 സെല്ലുകളിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്.
തേർഡ് ക്വസ്റ്റ്യൻ കൗണ്ട് ബ്ലാങ്ക് സെൽസ്. എന്താണ് ഫംഗ്ഷൻ? ബ്ലാങ്ക് സെല്ല് കണ്ടെത്താനുള്ള ഫംഗ്ഷനാണ് കൗണ്ട് ബ്ലാങ്ക്. ഏരിയ സെലക്ട് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 23 സെൽസ് ആണ് ബ്ലാങ്ക് സെൽസ് വരുന്നത്. ഇപ്പം ഇനി വാല്യൂ ഉള്ള സെല്ല് 12 സെല്ല്, ബാക്കി 23 സെല്ലുകൾ ബ്ലാങ്ക് സെല്ലാണ്. ടോട്ടൽ സെല്ലുകൾ അപ്പോൾ എത്ര വരും? 35 സെൽസ് ആണ് വരുന്നത്. 1 2 3 4 5 6 7 7 ഇൻറ്റു 5 ഓക്കെ, 35 സെൽസ് ആണ് ടോട്ടൽ വരുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദ വാല്യൂ ഗ്രേറ്റർ ദാൻ 1000. ഇപ്പോൾ ഇവിടെ വാല്യൂസ് എത്ര ഉണ്ട്? 5 വാല്യൂസ് ഉണ്ട്. നമുക്ക് എന്ത് കണ്ടെത്തണം? 1000-ൽ കൂടുതൽ എമൗണ്ട് വരുന്ന വാല്യൂ ഉള്ള സെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തണം. ഈസ് ഈക്വൽ ടു എന്താണ് ഫംഗ്ഷൻ? കൗണ്ട് ഇഫ്. ബ്രാക്കറ്റിൽ ആദ്യം എന്ത് കൊടുക്കണം? ഇവിടെ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ആദ്യം കൊടുക്കേണ്ടത് റേഞ്ച് ആണ്. റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോമ കൊടുക്കണം. അത് കഴിഞ്ഞ് ഡബിൾ കോട്ട്സിലാണ് നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കേണ്ടത്. ഗ്രേറ്റർ ദാൻ 1000. ദെൻ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിക്കാം. എത്ര കാണിക്കുന്നത്? 4 എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. 4. 1000-ൽ കൂടുതലുള്ള 4 എണ്ണം ഇവിടെ വരുന്നുണ്ടോ? ഇവിടെ 2000 വരുന്നുണ്ട്, ഒരു 5000, ഒരു 2200, 3 എണ്ണേ ആയിട്ടുള്ളൂ. ബട്ട് ഡേറ്റ് എന്ന് പറയുന്നതും എന്തായി കൺസിഡർ ചെയ്തിട്ടുണ്ട്? നമ്പറായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഡേറ്റിനൊരു വാല്യൂ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഇപ്പൊ 25/2020 ഡേറ്റ് വാല്യൂ 1000-ൽ കൂടുതലാണ് വരുന്നത്. നോക്കാം നമുക്ക് വേണമെങ്കിൽ. ഈക്വൽ ടു ഡേറ്റ് വാല്യൂ ബ്രാക്കറ്റിൽ എന്തായിരുന്നു? 20/5/2020 ഡേറ്റ് വാല്യൂ എത്ര വരുന്നുണ്ട്? ഓക്കെ, 43,971 ഈ ഡേറ്റിന്റെ വാല്യൂ. അത് 1000-ൽ കൂടുതലാണ്. അതുകൊണ്ട് 4 നമ്പറുകൾ ഇവിടെ കൗണ്ട് ചെയ്യാൻ കഴിയും 1000-ൽ കൂടുതലുള്ളത്. നമുക്കിതൊന്ന് മാറ്റി നോക്കാം. 1000-ൽ കുറവുള്ള ഒരു ഡേറ്റ് നമുക്ക് എൻട്രി ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം അവിടെ എത്ര വന്നത്? 3 വന്നു. കാരണം 1/19/1900 വാല്യൂ എത്രയാണ് വരുന്നത്? ചെയ്ത് നോക്കാം. ഉണ്ടോ? 2 എന്നാണ് 1/19/1900 ഡേറ്റ് വാല്യൂ. അത് 1000-ൽ കുറവാണ്. അപ്പോൾ 2000, 5000, 2200. നമുക്ക് ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്പറുകൾ മാത്രമല്ല നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയുന്നത്. വേറെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ വേജസ് എന്ന് കൗണ്ട് ചെയ്യണം. A1 മുതൽ G5 വരെ എത്ര വേജസ് എന്ന് എഴുതിയിട്ടുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 1 ആണ് ആൻസർ വരുന്നത്. നമുക്കൊരു സെല്ലിൽ കൂടി വേജസ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ആൻസർ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. 2 നമ്പേഴ്സായി. ഇനി ഒരു വേജസ് കൂടി കൊടുത്താലോ? 3 എന്നായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഫംഗ്ഷനുകളും റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ദെൻ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ദെൻ ഇത് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കൗണ്ടുകൾ കുറയും. ഈ വേജസും ഡിലീറ്റ് ചെയ്താലോ? അപ്പം എല്ലാ വേജസും ഡിലീറ്റ് ചെയ്ത ആൻസർ എന്ത് വരും? 0 എന്ന് വരും. അപ്പം എങ്ങനെയാണ് കൗണ്ട് ഫംഗ്ഷനുകൾ ചെയ്യേണ്ടത്? അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഏത് തരം ഫംഗ്ഷൻസ് ആണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ്. ഏതൊക്കെയായിരുന്നു? മിനിമം കാണാൻ ആവശ്യമായിട്ടുള്ള മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ദെൻ മാക്സിമം കണ്ടെത്തുന്നതിന് വേണ്ടി മാക്സ്, ആവറേജ് ഫംഗ്ഷൻ, ദെൻ കൗണ്ട് ചെയ്യാൻ നമ്പർ കൗണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൗണ്ട് ഫംഗ്ഷൻ, ദെൻ എനി ഡാറ്റ കൗണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൗണ്ട് എ ഫംഗ്ഷൻ, ദെൻ ബ്ലാങ്ക് സെൽസുകൾ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി കൗണ്ട് ബ്ലാങ്ക്, ദെൻ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കൗണ്ട് ഇഫ്. ഒരു റേഞ്ചിൽ ഒരു ക്രൈറ്റീരിയ അപ്ലൈ ചെയ്ത് ദെൻ അതിൻ്റെ നമ്പർ ഓഫ് സെൽസ് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഫംഗ്ഷനുകളും അതിൻ്റെ പ്രാക്ടിക്കലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലോജിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.